കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള 6 മാവോയിസ്റ്റ് നേതാക്കൾ കർണാടകയിൽ കീഴടങ്ങി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസിലെത്തിയാണ് നേതാക്കൾ കീഴടങ്ങിയത്. നേതാക്കൾ കീഴടങ്ങിയതോടെ കർണാടക നക്സൽ മുക്തമായെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. വയനാട് തലപ്പുഴ സ്വദേശി ജിഷയടക്കം 6 മാവോയിസ്റ്റ് നേതാക്കളാണ് വൈകിട്ടോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കീഴടങ്ങിയത്. മുണ്ടുകാരു ലത, സുന്ദരി, വനജാക്ഷി, TS വസന്ത്, ജയണ്ണ അറോളി എന്നിവരാണ് കീഴടങ്ങിയ മറ്റുള്ളവർ. ചിക്കമംഗളൂരുവിലെ വനത്തിൽ കഴിഞ്ഞായിരുന്നു ഇവർ മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിയിരുന്നത്. കൂട്ടത്തിൽ മുണ്ടുകാരു ലതയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കേസുകളുള്ളത്, 85 കേസുകൾ. ജിഷയുടെ പേരിലുള്ളതാകട്ടെ 18 കേസുകളും. ഇവരുടെ സംഘത്തലവൻ വിക്രം ഗൌഡ കഴിഞ്ഞ നവംബറിൽ കർണാടകയിലെ നക്സൽ വിരുദ്ധ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെ കർണാടക സർക്കാരിന്റെ സിറ്റിസൺ ഇനീഷ്യേറ്റീവ് ഫോർ പീസ് എന്ന സംഘടനയുടെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയിലാണ് ഇവർ 6 പേരും കീഴടങ്ങാമെന്ന് സമ്മതിച്ചത്. കർണാടക നക്സൽ മുക്തമായെന്നും കീഴടങ്ങിയ നേതാക്കളുടെ കേസുകൾ ഒറ്റക്കോടതിയിൽ തീർപ്പാക്കുന്നത് പരിഗണിക്കുമെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. ಒಂದು ಯೋಜನೆ ಇದೆ. ಆ ಯೋಜನೆ ಪ್ರಕಾರ ಅವ್ರಿಗೆ ಅವರು ಯಾವ್ಯಾವ ಕ್ಯಾಟಗರಿಯಲ್ಲಿ ಇರ್ತಾರೆ, ಕ್ಯಾಟಗರಿ ಆಧಾರದ ಮೇಲೆ നിരവധി കേസുകളുള്ളതിനാൽ 6 പേരും പോലീസ് കസ്റ്റഡിയിൽ തുടരും. എന്നാൽ കാട്ടിൽ കഴിഞ്ഞിരുന്ന മാവോയിസ്റ്റുകളെ നാട്ടിലെത്തിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് BJP വിമർശിച്ചു. 24 ബംഗളൂരു.